മാലിന്യം കൃഷിക്കനുയോജ്യമായ രീതിയിൽ സജ്ജമാക്കുന്ന ലാൻഡ്സ്കേപ്പ് നിർമ്മിതിയിലൂടെ സർവോദയപുരത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലി. സർവോദയപുരത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ടാപ്പിംഗ്, ലാൻഡ്സ്കേപ്പ് എന്നിവ വഴി നീക്കം ചെയ്യാൻ കഴിയുമെന്നും പദ്ധതിക്ക് ആവശ്യമായ പ്രോജക്ട് നഗരസഭ സമർപ്പിച്ചാൽ ഭരണാനുമതി നൽകുമെന്നും മഞ്ഞളാംകുഴി അലി പറഞ്ഞു. മാലിന്യ പ്രശ്നത്തിന് പരിഹാരമെന്ന രൂപേണ ആലപ്പുഴ കളക്ടറേറ്റ് ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10-17 ഏക്കർ സ്ഥലമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ അങ്ങനെ ഡംപ് ചെയ്ത് പോരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ശാസ്ത്രീയമായിട്ട് ഒന്ന് ലാൻഡ് ഫില്ലിംഗ്, രണ്ടാമത് ക്യാപ്പിംഗ്, ഈ രണ്ട് കാര്യങ്ങളും അത് പിന്നെ തൽക്കാലം അത് കവർ ചെയ്യാൻ തീരുമാനിച്ചു. ലാൻഡ് ഫില്ലിങ്ങും അതുപോലെ തന്നെ ക്യാപ്പിങ്ങും. പിന്നെ ഒരു വലിയ പ്രശ്നം അവിടെയുള്ള നാട്ടുകാർ സമരക്കാരും പറയുന്ന ഡ്രെയിനേജിൻ്റെ പ്രശ്നമാണ്. ആ ഡ്രെയിനേജിന് ഇപ്പോൾ ടെൻഡർ ആയിട്ടുണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ മഴയൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് നടത്താനും കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് തീർക്കാനും തീരുമാനിച്ചു. അതോടുകൂടെ ഈ സമരക്കാരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ഡേറ്റ് വെച്ച് അവരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ഒരു മീറ്റിംഗ് വിളിച്ച് അവരോട് സംസാരിക്കാൻ പിന്നെ ഞങ്ങൾ നിർദ്ദേശം വന്നിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കൊണ്ട് പൊത വിരിച്ച് അതിൽ ഗ്രാവൽ നിറച്ച കൃഷിക്ക് വിളനിലമൊരുക്കുന്ന പദ്ധതിയാണ് ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പ്, ടാപ്പിംഗ് മുതലായ പദ്ധതിക്കായി 59 ലക്ഷം രൂപയുടെ പ്രോജക്ട് നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസം 29-30 തീയതികളിൽ ചേരുന്ന നഗരസഭാ യോഗത്തിൽ പ്രോജക്ട് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. തുടർന്ന് ഭരണപ്രതിപക്ഷാംഗാനുമതിയോടെ പ്രോജക്ട് സർക്കാരിന് സമർപ്പിക്കും. കൗൺസിൽ യോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പ്രോജക്ടിന് ഭരണാനുമതി നൽകുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. കളക്ടറേറ്റ് ചേംബറിൽ ചേർന്ന യോഗത്തിൽ MP KC വേണുഗോപാൽ, തോമസ് ഐസക് MLA, ജില്ലാ കളക്ടർ N പത്മകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസ്റ്റഡോ, മറ്റു കൗൺസിലർമാർ എന്നിവരും പങ്കെടുത്തു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിനു ശേഷം മന്ത്രി മഞ്ഞളാംകുഴി അലി സർവോദയപുരത്തെത്തി സമരാനുകൂലികളെയും നാട്ടുകാരെയും സന്ദർശിച്ചു. മാലിന്യം സർവോദയപുരത്ത് എത്തിക്കാൻ പാടില്ലെന്നും അത് തങ്ങൾ തടയുമെന്നും നാട്ടുകാർ മന്ത്രിയെ അറിയിച്ചു. മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി സമരാനുകൂലികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും ക്ഷണം അവർ നിരസിച്ചു. മാലിന്യ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നും അടിയന്തര പ്രശ്നപരിഹാരമാണ് വിഷയത്തിൽ ആവശ്യമെന്നും ചർച്ചയ്ക്ക് താൽപര്യമില്ലെന്നും നാട്ടുകാർ മന്ത്രിയെ അറിയിച്ചു. നാട്ടുകാരുടെ അഭിപ്രായം ആരാഞ്ഞ് മന്ത്രി തിരികെ മടങ്ങി.